എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം. മുൻനിര പാർട്ടികളായ AAPയും കോൺഗ്രസും BJPയുമെല്ലാം വൻ വാഗ്ദാനങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് അവിശ്വസനീയമായ ചില വാഗ്ദാനങ്ങളുമായി വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു പാർട്ടി. 500 രൂപയ്ക്ക് LPG, മാസം 50,000 രൂപ വിധവാ പെൻഷൻ തുടങ്ങിയവയാണ് ഇവരുടെ പ്രകടന പത്രികയിൽ അടങ്ങിയിരിക്കുന്നത്. സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയാണ് ഇത്തരം അവിശ്വസനീയമായ ജനകീയ പ്രഖ്യാപനങ്ങളുമായി വോട്ടർമാർക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ സ്കൂളുകളിലും നിർബന്ധിത പഠന വിഷയമാക്കും. സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ക്ഷേത്ര പൂജാരികൾക്കും പള്ളി ഇമാമുമാർക്കും പ്രതിമാസം 25,000 സ്റ്റൈപ്പൻഡ് നൽകുമെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം. SBSB പ്രസിഡന്റ് ധരംവീറും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ശക്തി സിംഗ്, പീയൂഷ മിശ്ര, ചന്ദ്രേഷ് പ്രതാപ്, യാദവ് ബെല്ലി ചൗധരി എന്നിവർ ഉൾപ്പെടെ മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നിരന്തരം അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദമാകാൻ SBSPP ഇവിടെ ഉണ്ടാകുമെന്നും തങ്ങളുടെ പ്രകടന പത്രിക വെറുമൊരു കടലാസ് അല്ല, അത് ഡൽഹിയിലെ ജനങ്ങൾക്കുള്ള ഒരു വാഗ്ദാനമാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനും എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അരവിന്ദ് രാജ്ബാർ പറയുന്നു. വിധവാ പെൻഷൻ 2,500 രൂപയിൽ നിന്ന് 5,000 രൂപ വർദ്ധിപ്പിച്ചു. ഒപ്പം വികലാംഗ വിധവകൾക്ക് പ്രത്യേക ആനുകൂല്യവും നൽകും. അടിസ്ഥാന വികസനത്തിനും പൊതുജന ക്ഷേമത്തിനും പാർട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി ഡൽഹി സംസ്ഥാന മേധാവി ധരംവീർ സിംഗും പറഞ്ഞിരുന്നു. സാധാരണക്കാരുടെ പോരാട്ടങ്ങളെ മികച്ച രീതിയിൽ മനസ്സിലാക്കുന്ന നേതൃത്വമാണ് ഡൽഹിക്ക് വേണ്ടത്. എല്ലാ പൗരന്മാർക്കും മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന, മെച്ചപ്പെട്ട പൊതുസേവനങ്ങൾ ലഭ്യമാകുന്ന, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമായി ഡൽഹിയെ മാറ്റുന്നതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് SBSPP മത്സര രംഗത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു.